ഹലോ എവരിവൺ, ഞാനിന്നിവിടെ കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് രുചികരമായി ബ്രിഞ്ചോൾ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാമേ. അതിനായിട്ട് 2 കത്രിക്ക എടുക്കുക. നല്ല ബ്രിഞ്ചോൾ, പർപ്പിൾ കളറിലുള്ള ബ്രിഞ്ചോൾ വേണം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഇത് നല്ല ചൂടോട് തന്നെ കൂടി ഉപയോഗിച്ചോണം. തണുത്ത് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് അത്രയും വരത്തില്ല കേട്ടോ. അപ്പോഴും ഞാനതൊന്ന് മുറിച്ച് എടുക്കട്ടെ കേട്ടോ. കനം കുറച്ച് ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ സ്വല്പം കൂടെ കട്ടിയിലാണ് നമ്മൾ മുറിക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് വളരെ നൈസായിട്ടാണ് ഞാൻ അരിയുന്നത്. നമുക്കിത് മസാല എന്ന് വെച്ചാൽ വറുത്ത് കോരുന്ന പരുവത്തിലല്ല ഇരിക്കുന്നത്. മസാലയൊക്കെ പൊതിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ആയിട്ടിരിക്കും കേട്ടോ. അരിയുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറ ഇളകുന്ന ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്ന വെജിറ്റബിളാണല്ലോ ബ്രിഞ്ചോൾ. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞേച്ച് വെള്ളത്തിൽ വേണം ഇടാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാ പീസും മുറിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ടുള്ള മുളക് പൊടി എത്രയാണെന്ന് വെച്ചാൽ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മഞ്ഞൾ പൊടിയും ഇടുക. സ്വല്പം കായം ലിക്വിഡാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. പെട്ടിക്കായമായിരുന്നു, അതിന് ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് 1 ഡ്രോപ്പ് മതിയേ, ഒത്തിരി കായ ഇടരുത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വീതം വെള്ളം ചേർത്ത് നമുക്കതിനെ കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളം അങ്ങ് ഒഴിച്ച് നീണ്ടു പോകല്ല, നല്ല കുറുകിയിരിക്കണം ഈ മസാല. ചിലർ 1 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർക്കും, ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. അതപ്പം എരിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മെഷർമെൻ്റ് എടുക്കാവുള്ളൂ കേട്ടോ. വെള്ളവും ഉപ്പും കറക്റ്റായിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ, കൂടിപ്പോകരുത്. ഇപ്പോഴും ഞാൻ അത് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഓരോന്നും ഓരോ പീസ് വീതം എടുത്ത് നമുക്കതിൽ മസാലയിൽ മുക്കി മാറ്റി മാറ്റി വയ്ക്കാം. ഒരുമിച്ചിട്ട് ഇളക്കുന്നതിലും ആദ്യമേ ഒന്ന് മുക്കി മാറ്റി വെച്ചേച്ച് ചെയ്തേച്ചാൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒടിഞ്ഞ് അങ്ങ് പോവും, വിട്ടു പോവും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മസാല നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തേച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പിന്നെ ഒരുമിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് അവിടെ മാറ്റി വയ്ക്കുക. മസാല എല്ലാത്തിലും തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം വെക്കരുത്. ബ്രിഞ്ചോളിൽ നിന്ന് വെള്ളം ഇറങ്ങും പുറത്തോട്ട്. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമേ. അതിനായിട്ട് റിഫൈൻഡ് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റി ബ്രിഞ്ചോൾ ഫ്രൈ ആയിരിക്കും ഇത്. ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കാകുമ്പോൾ എരിവിൻ്റെ അളവ് കുറച്ചുകൊള്ളുക. ഇനി നമുക്ക് വറുക്കാം. അപ്പോഴതെല്ലാം നന്നായിട്ട് പിടിച്ച് തന്നെ ഇരിപ്പുണ്ട്. ഇനി നല്ലൊരു ഫ്രൈങ് പാൻ വെക്കുക. ആവശ്യാനുസരണം ഒത്തിരി എണ്ണയിൽ വറുത്ത് ഇങ്ങനെ കോരി എടുക്കാൻ പറ്റത്തില്ല. വേണ്ടിയവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ കട്ടിയിൽ മുറിച്ചോണം കേട്ടോ. അപ്പോൾ ആവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആവശ്യാനുസരണം എണ്ണ നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. ഇടയ്ക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസ് വീതം ഇട്ട് കൊടുക്കാമേ. നമുക്കങ്ങനെ ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നല്ല ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ആവശ്യാനുസരണം കുറേശ്ശെ വീതം എണ്ണ നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണയിലായത് പ്രിപ്പയർ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇതിന് ടേസ്റ്റിനൊരു കുറവുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇത് ഇങ്ങനെ നമ്മൾ കുറേശ്ശെ എണ്ണയായതുകൊണ്ട് പ്രായമായിട്ടുള്ളവർക്കും ഇത് കഴിക്കാം. കുട്ടികൾക്കും നല്ലതാണ്. ഹെൽത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതും നല്ലതൊക്കെ തന്നെയാണ്, ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കുറച്ച് എണ്ണയിലാണ് എപ്പോഴും കുക്കിങ് ചെയ്യാറുള്ളത്. ഇതിന് ഇത് മതി, നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. മൂത്ത് വരുന്ന അനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കതിനെ റെഡിയാക്കിയെടുക്കാം. ഹോസ്റ്റലേഴ്സിനുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്, ബാച്ചിലേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത്. ടിഫിൻ ക്യാരി ചെയ്യുന്നവർക്ക് സൈഡായിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത്. പിന്നെ ചൂടോടെ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിന്. പിന്നെ തൈര് സാധങ്ങൾക്ക് എല്ലാ സാധങ്ങൾക്കും ഇത് നന്നായിട്ട് പോവും. നല്ലൊരു കോമ്പിനേഷനായിരിക്കും.
പിന്നെ മെയിൻലി പിള്ളേർക്കാണ് ഇത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരിത് കഴിക്കത്തില്ല ബ്രിഞ്ചോൾ. പക്ഷേ ബ്രിഞ്ചോൾ ഒത്തിരി നല്ലതല്ലേ ആരോഗ്യത്തിന്. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 5 മിനിറ്റേ എടുക്കത്തുള്ളൂ ഇത് റെഡി ആവാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താ പെട്ടെന്ന് നമുക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷായിരിക്കും ഇത്. ഇപ്പോൾ ചോറുണ്ണാൻ സമയമാകുമ്പോൾ മാത്രം ഇത് റെഡിയാക്കി പെട്ടെന്ന് എടുക്കുക. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻസ് വിടണേ. അങ്ങനെ നമ്മുടെ ബ്രിഞ്ചോൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ത് പെട്ടെന്ന് ഞാൻ ചെയ്തു അല്ലേ. ഓൺലി 5 മിനിറ്റ്സേ എടുത്തിട്ടുള്ളൂ ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോഴെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ ഡിഷിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.